ഒപ്പം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഡി മണിയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മണിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സ്വകാര്യ ആവശ്യത്തിനായാണ് താൻ തലസ്ഥാനത്തെത്തിയത് എന്ന് പറയുന്നതെങ്കിലും അത് വിശ്വാസയോഗ്യമല്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രജിത്ത്, ഈ മണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. മാത്രമല്ല, ഇയാൾ എന്തിന് തിരുവനന്തപുരത്ത് വന്നു, പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി, ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണോ ഈ വ്യാപാരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്? ഗൗതം, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തിരുവനന്തപുരത്തടക്കം ഡി മണി എത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്, അല്ലെങ്കിൽ വിലയിരുത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലുകളാണെങ്കിലും ശരി, ഡി മണി പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തതക്കുറവുണ്ട് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഡി മണിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം ഡി മണി അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്ത മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഡി മണിയെ കൂടുതലായി ചോദ്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം കൂടുതൽ വ്യക്തതകൾ ഉണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചലോക വിഗ്രഹങ്ങളുടെ കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്ന് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. ഗൗതം.